ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് എനിക്ക് സേവനവാരമായിരുന്നു കേട്ടോ. വീടിൻ്റെ ഫ്രണ്ട്, അതായത് നമ്മുടെ ലീവിങ് റൂമില്ലേ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ എറായമൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്ന എറായം വൃത്തിയാക്കണം, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് ഞാൻ അതങ്ങ് മടിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ക്ലീൻ ചെയ്യാമെന്ന്. അങ്ങനെ ഒരു സൈഡിൽ നിന്നേ തുടങ്ങിയതാണ്. ആദ്യമേ സെറ്റിയുടെ കുഷൻസ് എല്ലാം എടുത്ത് വെയിലത്ത് കൊണ്ടുപോയിട്ടു. എല്ലാ സെറ്റിയുടെയും കൊണ്ടുപോയിട്ടില്ല കേട്ടോ, ഈ വലിയ സെറ്റിയുടെയും പിന്നെ ഇതിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ സെറ്റിയുണ്ട് അതിൻ്റെയും കൂടി കൊണ്ടുപോയിട്ടു. അതിനുശേഷം ജനലൊക്കെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുഞ്ഞിപ്പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത് പോയി തുണി വാങ്ങിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ അവൾ 2 തുണി കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഞാൻ തുടയ്ക്കുന്നത് കണ്ടിട്ട് അവളും കൂടെ നിന്ന് തുടച്ചു കേട്ടോ ജനൽ. അവസാനം അടുത്തപ്പോൾ അത് അവിടെ ഇട്ടിട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ആ തുണി വെച്ചിട്ട് സെറ്റി ഒന്ന് തുടയ്ക്കുവാണ്. സെറ്റിയിൽ നിറച്ചും പൊടിയായിരുന്നു. ഒത്തിരി നാളായി കേട്ടോ സെറ്റിയൊക്കെ തുടച്ചിട്ട്. അങ്ങനെ സെറ്റിയൊക്കെ തുടച്ച് വൃത്തിയായി വന്നപ്പോഴത്തേക്ക് അവളുടെ ഡോളിനെയും കൊണ്ടുവന്നിരിക്കുകയാണ് സെറ്റിയിൽ വെക്കാനായിട്ട്. അതിനുശേഷം അവിടെ ഒരു കീബോർഡ് എടുത്ത് വെച്ച് അവൾ കളി തുടങ്ങി. ഞാൻ പിന്നെ മടിച്ചിട്ട് കുഷൻ എടുക്കാതെ ഇട്ടിരുന്ന ഒരു സെറ്റി ഉണ്ടായിരുന്നു കേട്ടോ വെയിലത്ത് വെക്കാനായിട്ട്. അവസാനം ഞാൻ വിചാരിച്ചു എന്തിനാ ഇനി അതിനെ മാത്രമായിട്ട് മാറ്റി നിർത്തുന്നത്. അങ്ങനെ പിന്നെ അതിൻ്റെ കുഷനും കൂടി എടുത്തിട്ട് വെളിയിൽ കൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല വെയിലായിരുന്നു വെളിയിൽ. അങ്ങനെ വെളിയിൽ കൊണ്ട് ചെന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആ സെറ്റിൽ നിന്ന് എടുത്ത സാധനങ്ങൾ ഓരോന്നായിട്ട് അവളെ കൊടുക്കുവാണ് കേട്ടോ. അതെടുത്ത് അവിടെ വെക്കുക ഇവിടെ വെക്കുന്നും പറഞ്ഞിട്ട്. ഞാനങ്ങനെ വലിയ ജോലികളൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കത്തില്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഇടയിൽ വന്ന് നിന്നിട്ട് ഉമ്മി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ അവളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ഞാൻ കൊടുക്കും. അങ്ങനെ അവളെ ഒന്നിനും മാറ്റി നിർത്തത്തില്ല. അവൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് കാണും. അതേ കണക്ക് തന്നെ ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെ തന്നെ പറയുകയും ചെയ്യും, മോള് ചെയ്തുകൂടാ എന്ന്. അതിനുശേഷം ഞാൻ അവിടെ എല്ലാം ഒന്ന് തൂക്കുകയാണ് കേട്ടോ. നമ്മൾ സെറ്റിൽ നിന്ന് പൊടിയടിച്ചിട്ടതല്ലേ, അപ്പോൾ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി. ഈ സെറ്റിക്കൊക്കെ ഏകദേശം ഒരു 10-28 വർഷമെങ്കിലും പഴക്കം കാണുമേ. അതിനുശേഷം നമ്മളിത് ആ ടീപ്പ് തുടയ്ക്കാൻ പോവുകയാണേ. ടീപ്പോയിൽ ഞാനൊരു ലിക്വിഡ് വെച്ചിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത്. ഇത് നമ്മൾ ഗ്ലാസ് ക്ലീനറാണ്. നമ്മൾ ഡൈനിങ് ടേബിളും ഒക്കെ തുടയ്ക്കാൻ ഇത് നല്ലതാണ്. ഞാൻ സ്ക്രബ് വെച്ചിട്ടാണ് കേട്ടോ ആ ടീപ്പൊക്കെ തുടച്ചത്. ടീപ്പോയും സെയിം അത്രയും ഏജ് തന്നെ ഉണ്ട് ടീപ്പോയ്ക്കും. അതിനുശേഷം ഞാൻ സെറ്റി ഒന്ന് റീഅറേഞ്ച് ചെയ്തിടുവാണ് കേട്ടോ. ആദ്യമേ ഇട്ടിരുന്നത് ഇതേ കണക്കാണ്, പിന്നെ ഞങ്ങളത് മാറ്റി. എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ഞാനിവിടെ എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കേട്ടോ. എല്ലാം ഒതുക്കി പറക്കി അടുക്കി വെച്ചതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് തൂക്കുവാണേ. തൂത്തൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവിടെ ഇരുന്ന ഫ്രെയിം തുടച്ചില്ല എന്നുള്ളൊരു കാര്യം ഓർത്തത്. അങ്ങനെ പിന്നെ ഞാൻ നമ്മളെ ഗ്ലാസ് ക്ലീനർ ഉപയോഗിച്ച് തന്നെ അതൊന്ന് തുടയ്ക്കുവാണേ. ഇതെൻ്റെ വാപ്പിച്ചായും ഉപ്പായും മാമായും ആണ് കേട്ടോ. 3 പേരും സർവീസിലുണ്ടായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണേ. അതിനുശേഷം നമ്മൾ തുടയ്ക്കുവാണ്. തറയൊക്കെ തുടച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഞാൻ ഒരു ബോർഡ് കാണുന്നത്. അതിൻ്റെ വാപ്പിച്ചയുടെ റൈറ്റിംഗ് ബോർഡാണ് കേട്ടോ വാപ്പിച്ച യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സെറ്റിയിൽ കുഷനൊക്കെ ഇട്ടതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, അടിപൊളിയായില്ലേ? അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.